ഹായ്, ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. സവോള ഉപയോഗിച്ച് നല്ലൊരു സാലഡാണ് ഞങ്ങളിന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളിവിടെ 3 സവോള, 1 ക്യാരറ്റ്, 4 പച്ചമുളക്, ചെറിയൊരു ഇഞ്ചി കഷ്ണം, അത്രയൊക്കെ മതി നമ്മൾ ഇതുണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നോൺ വെജ് ഉള്ള സമയങ്ങളിലാണെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ സവോളയൊക്കെ നമ്മൾ പച്ചയായിട്ട് തന്നെ അരിഞ്ഞാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. സവോളയും കാറ്റും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പാൻ വെച്ച് നമുക്കൊന്ന് സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരാൻ മാത്രം ഒരു നുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ശരിക്കും വഴന്ന് വരണ്ട, ഒന്ന് ചെറിയ സവോളയുടെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ വഴറ്റിയൊന്നും ആരും ചേർക്കാറില്ല. അപ്പോൾ ഇതേ രീതിയിലൊന്ന് വഴന്ന് ആ പച്ചപ്പ് മാറിയാൽ മതി സവോളയുടെ. അതുപോലെ തന്നെ ക്യാരറ്റും പച്ചമുളകൊക്കെ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പ് മാറുന്നോളം വരെ നമുക്കൊന്ന് അതൊന്ന് ഇളക്കി വാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഈ സവോളയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അത് 3 കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ആ പച്ചപ്പ് മാറുന്നോളം വരെ ഒന്ന് വാട്ടിയെടുക്കാം. ക്യാരറ്റ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ക്യാരറ്റ് തന്നെ വേണമെങ്കിൽ സവോള തന്നെ വാട്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് വാട്ടി സാധാരണ രീതിയിലൊന്ന് വാട്ടിയെടുത്ത ശേഷം നമുക്ക് സാലഡാണെങ്കിലും ഉണ്ടാക്കാം. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റി ആയിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഒരല്പം കൂടെ വ്യത്യസ്തമായൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഈ സമയത്ത് ഞങ്ങൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ഞങ്ങൾ സവോള തണക്കാനായിട്ട് മാറ്റി വെച്ച ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയുടെ പച്ചപ്പ് മാറിയെന്നൊന്ന് നോക്കട്ടെ, പറഞ്ഞിട്ട് നോക്കാം. പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം അല്ലേ. അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് തണക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സവോള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം വഴറ്റി വന്നത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഉപ്പും വിനാഗിരിയും ചേർത്ത് സെർവ് ബൗളിലേക്ക് മാറ്റാം. വിനാഗിരി ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോൺ വെജിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നും പറഞ്ഞ പോലെ എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.